സത്യൻ അന്തിക്കാടിൻ്റെ മകൻ അഖിൽ സത്യൻ സംവിധാനം ചെയ്ത നിവിൻ ഏറ്റവും പുതിയ സിനിമ സർവം മായ. അപ്പം അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, കുറച്ച് നാളായിട്ട് നിവിൻ പോളിയുടേതായിട്ടുള്ള റിലീസുകളോ അല്ലെങ്കിൽ പുള്ളിയുടേതായിട്ടുള്ള ഹൈപ്പ് വരുന്ന കുറച്ച് സിനിമകൾ അങ്ങനെയൊന്നും അനൗൺസ് ചെയ്യുന്നല്ലാണ്ട് റിലീസാവുന്നു അല്ലെങ്കിൽ നടന്ന് കാണുന്നില്ല. അപ്പം അധികം പ്രതീക്ഷകളൊന്നും ഇല്ലാണ്ട് പോയി തന്നെയാണ് നമ്മൾ ആദ്യത്തെ ദിവസം ഈ സിനിമ കാണാൻ പോയത്. അപ്പോൾ സിനിമയെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മുടെ സത്യൻ അന്തിക്കാടിൻ്റെ അതേ ലൈനിൽ കൂടെ തന്നെ പോകുന്ന ഒരു നല്ലൊരു ഫീൽ ഗുഡ് ഫാമിലി സിനിമ. അപ്പം സത്യൻ അന്തിക്കാടിൻ്റെ അതേ കളറിൽ തന്നെ പയറ്റി തെറിഞ്ഞ ഒരാളായിട്ട് തന്നെ നമുക്ക് പുള്ളിയുടെ മോനെയും കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമ പോലെ തന്നെ ഒരു നൈസായിട്ട് കണ്ട്, പിന്നെ സിനിമയ്ക്ക് കുറച്ച് ഫ്ലോസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ സിനിമയെപ്പറ്റി എടുത്തു പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് നിവിൻ പോളിയുടെ ആ ഒരു പഴയ കംഫർട്ട് സോണിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന രീതിയിലുള്ള ഒരു പ്രകടനം, അതാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പം ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്, നിവിൻ പോളി തിരിച്ചു വന്നോ ഇല്ലയോ? നിവിൻ പോളി തിരിച്ചു വരാനായിട്ട് എവിടെയും പോയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്താ പറയുക, തട്ടത്തിമറയത്ത്, പ്രേമം, അങ്ങനെ കണ്ടിട്ടുള്ള എല്ലാ സിനിമകളിലും കണ്ടിട്ടുള്ള പോലെ തന്നെ അതേ ഒരു ചാമ, അതേ ഒരു മാനേഴ്സ് എല്ലാം അതേപോലെ തന്നെ നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഇതിനു മുന്നേ ഇറങ്ങിയ കുറേ നിവിൻ പോളി സിനിമകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. നന്നായിട്ട് വെറുപ്പിച്ചിട്ടുള്ള കുറേ സിനിമകൾ, ഞാൻ എന്തായാലും പേരെടുത്ത് പറയുന്നില്ല. പക്ഷേ അതിനേക്കാളിലൊക്കെ വളരെ മികച്ച് നിൽക്കുന്ന ഒരു സിനിമ. പക്ഷേ പുള്ളിയുടെ ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു സമയത്ത് നല്ലൊരു കംബാക്കിന് പറ്റിയൊരു സിനിമ. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് വളരെ പുതുമുഖമായിട്ട് വന്ന ഒരു നായികയുടെ ഒരു പ്രസൻസ്, ഇതിപ്പം തിയേറ്ററിൽ നിങ്ങൾ തന്നെ കണ്ടറിയുക. പുള്ളിക്കാരിയുടെ പേര് റിയ. പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ വൺ ഓഫ് ദി പ്രൊഡ്യൂസറിൻ്റെ ഒരു ഡോട്ടറാണ്. പക്ഷേ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാൻ പറ്റുന്ന നിവിൻ പോളിയും ആ ഒരു ലീഡ് റോളിൽ വന്ന ആ ഒരു ആക്ട്രസ്സുമാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമൊരു കോമ്പിനേഷൻ അജു വർഗീസ്, പിന്നെ നമ്മൾ എപ്പോഴും സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള കുറച്ച് ആളുകൾ ലൈക്ക് ജനാർദ്ദനൻ, ഇവരെല്ലാവരും തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള റോളെല്ലാം വളരെ മികച്ച രീതിയിൽ ചെയ്തിരിക്കുന്നു. അപ്പം തീർച്ചയായും ഫാമിലീസ് അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള ഓഡിയൻസിന് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടുന്ന രീതി, ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ മേക്കിംഗ് എന്ന് പറയുന്നത്. വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഒരു എന്താ പറയുന്നത്, ഒരു നല്ലൊരു ഫ്ലോയിൽ തന്നെ പോകുന്ന ഒരു സിനിമ.